തൊട്ട് കളിച്ചാൽ വരാനിരിക്കുന്നത് എന്താണെന്ന് അമേരിക്ക മറന്നുപോയോ? അറബ് രാജ്യങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഇതിന് മറുപടി നൽകേണ്ടതായി വരും. ഗാസയിൽ ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യാനോ അവസാനിപ്പിക്കാനോ ധൈര്യമില്ലാത്ത എന്തിനും ഏതിനും ഇസ്രായേലിന് പാദസേവ ചെയ്യുന്ന ഭരണാധികാരിയോടാണ് ഇറാൻ സംസാരിക്കുന്നത്. ഇറാനിൽ പൊടിഞ്ഞ ചോരയ്ക്ക് കൃത്യമായി മറുപടി നൽകിയിരിക്കും. എല്ലാത്തിനും ഇസ്രായേലിന് ഒത്താശ ചെയ്ത് നട്ടെല്ല് വളച്ചു നിൽക്കുന്ന അമേരിക്കയും ഇതോടെ നശിക്കും. പശ്ചിമേഷ്യയെ സംഘർഷഭൂമിയാക്കി നിർത്തി ആയുധ കച്ചവടം പൊടിപൊടിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമായിരിക്കാം. എല്ലാത്തിനുമൊപ്പം അമേരിക്ക ഉണ്ടെന്ന് അഹങ്കരിച്ച് യുദ്ധം ലഹരിയാക്കിയ നെതന്യാഹു മനസ്സിലാക്കുക. കത്തിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാസയിലെ സാധാരണ മനുഷ്യരെ കൊന്നു തള്ളും പോലെയല്ല, വർഷങ്ങളായി പ്രതികാരം തീർക്കാൻ കാത്തിരിക്കുന്ന സിംഹത്തിന്റെ മടയിൽ കയറിയാൽ സംഭവിക്കുക മറ്റൊന്നാണ്. എണ്ണി എണ്ണി ഇറാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ യഹോവയെ വിളിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടായെന്ന് വരില്ല. എന്താണ് ഇറാന്റെ ഭാഗത്തുനിന്നും വന്ന മറുപടി നമുക്ക് പരിശോധിക്കാം. അമേരിക്കയുടെ കാര്യം മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ലോകം നിന്ന് കത്തുമെന്നത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. കാരണം ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി ശേഖരിച്ച യുദ്ധക്കോപ്പുകളുമായിട്ടാണ് രംഗത്തിറങ്ങുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാന്റെ മണ്ണിലേക്ക് ഇസ്രായേൽ തൊടുത്തുവിട്ട മിസൈലുകൾക്ക് തക്ക മറുപടി നൽകുക എന്നത് ഇറാന്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു കഴിഞ്ഞു. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഏജൻസിയായ IRNA പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസ്രായേൽ ആണവ ലക്ഷ്യങ്ങൾ തകർത്തതായി പറഞ്ഞ ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി ഖമേനി സ്ഥിരീകരിച്ചു. മാത്രവുമല്ല, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണമെന്നും ഖമേനി അറിയിച്ചു. അതിനാൽ ഇറാൻ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സയനിസ്റ്റ് ഭരണകൂടം സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി ഒരുക്കിയിരിക്കുന്നുവെന്നും തീർച്ചയായും അതവർക്ക് ലഭിക്കുമെന്നും ഖമേനി അറിയിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം 260 കിലോമീറ്റർ തെക്ക് മധ്യ ഇറാനിലെ നദാൻഡ് ആണവ കേന്ദ്രത്തിന്റെ ദിശയിൽ നിന്ന് പുകയുയരുന്നത് CNN ജിയോ ലൊക്കേറ്റ് ചെയ്ത വീഡിയോയിൽ കാണാവുന്നതാണ്. CNN ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനും ജിയോ ലൊക്കേറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ പ്രകാരം ഇറാന്റെ ഹൃദയഭാഗത്തുള്ള ആണവ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. പ്രദേശമാകെ കനത്ത തീയും പുകയും കൊണ്ട് മൂടിയിട്ടുമുണ്ട്. ഇറാനിലേക്ക് കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ എന്ന വാർത്ത പുറത്തു വന്നതോടെ ലോകം വളരെ ഭീതിയോടെയാണ് പശ്ചിമേഷ്യയിലേക്ക് നോക്കുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബഗേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ മാത്രം 6 സ്ഫോടനങ്ങളാണ് നടന്നത്. ഇറാന്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇറാന്റെ ഭീഷണിയെ നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ ഓടുന്ന സിംഹത്തെ പിടിച്ചുകെട്ടാനുള്ള കരുക്കൾ നീക്കുകയാണ് ഇറാൻ നിലവിൽ ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേലിന്റെയും ഇറാന്റെയും ഈ അടിപിടി എന്തായാലും വലിയ തോതിൽ അമേരിക്കയെയും ലോകത്തെയും ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അമേരിക്ക തന്നെയാണ്. ആണവ നിയന്ത്രണ ചർച്ചകൾ 6ാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുമ്പോഴാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. മാത്രവുമല്ല, അടുത്തിടെ ഇറാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ഇസ്രായേലിനെ എരികേറ്റി ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാക്കിയ പദ്ധതിയാണോ ഇതെന്ന സംശയങ്ങളും ഇതിനിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോയാൽ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സകല ആസ്തികൾക്കുമെതിരെ പ്രതികാരം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചത് ഇറാൻ ഭരണകൂടം മാത്രമല്ല, സൈനിക നേതൃത്വം കൂടിയാണ്. ഇറാഖ്, കുവൈത്ത്, ഖത്തർ, ബഹ്റിൻ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇറാന്റെ ടാർഗറ്റാണ്. ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കം തടയണമെന്ന ആവശ്യം മുൻനിർത്തി അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം വിവിധ അറബ് രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട്. നിലവിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന അറബ് ജനത പോലും ഇസ്രായേലിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയോട് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയ നാശനഷ്ടമാണ് ഗസയിൽ ഇസ്രായേൽ ചെയ്തത്. ഹമാസുമായിട്ടാണ് പ്രശ്നമെങ്കിൽ അവരോട് പോരാടേണ്ടതാണ്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങളെയും പിഞ്ചുകുട്ടികളെയും എന്തിനാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് ജൂതരാഷ്ട്രത്തോട് ചോദിക്കാൻ ലോകം മുഴുവൻ തയ്യാറായ ഘട്ടത്തിലാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇറാനോട് നല്ല ബന്ധമില്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ ദൃശ്യമാകുന്നത്. 1/2 ലക്ഷം പലസ്തീനികളെ കൊന്നുതള്ളുകയും ഗാസയെ ശവപ്പറമ്പാക്കുകയും ചെയ്ത ഇസ്രായേലിനോടുള്ള ലോകത്തെ ഇസ്ലാം മത വിശ്വാസികളുടെ പ്രതികാരമാണ് ഇത്. ഇതാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇറാന് നേരെ ഉയർന്നു വരുന്ന പൊതുവികാരം. ഗാസയിലും ലെബനനിലും സിറിയയിലും യമനിലും ഉൾപ്പെടെ ആക്രമണം നടത്തിയ ഇസ്രായേലിന് ശക്തമായ സൈന്യവും അതുപോലെ പോരാട്ട വീര്യമുള്ള
ജനങ്ങളുമുള്ള ഇറാന് നേരെ യുദ്ധത്തിന് പോയാൽ കാര്യങ്ങൾ പിടിവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത. വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളാൽ സമ്പന്നമായ രാജ്യമാണ് ഇറാൻ എന്നത് മറക്കരുത്. അവർ അതിൽ ചിലത് മാത്രമാണ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത്തരം ആയുധങ്ങൾ എടുത്ത് ഇറാൻ പ്രയോഗിച്ചാൽ ഇസ്രായേലിന്റെ ഒരു പ്രതിരോധ സംവിധാനത്തിനും അതിനെ ചെറുക്കാൻ കഴിയുകയില്ല. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം ഓർമ്മയില്ലേ? അതിലും മാരകമായിരിക്കും ഇറാന്റെ തിരിച്ചടി. ഇറാന്റെയും അവരെ പിന്തുണയ്ക്കുന്ന പ്രോക്സികളുടെയും മിസൈൽ പരിധിയിലുള്ള രാജ്യങ്ങളും സംവിധാനങ്ങളും ഏറെ ഭയത്തോടെയാണ് നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത്. എണ്ണ വിപണികൾ ഇതിനോടകം തന്നെ സംഘർഷഭീതി പുറത്തു വന്നതോടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക അവരുടെ വിവിധ എംബസികൾ ഒഴിപ്പിക്കൽ നടത്തുകയാണെന്ന വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് 4% നിന്നും ഒറ്റയടിക്ക് ഉയർന്ന് $69 ഈ സ്ഥിതി തുടർന്നാലും വഷളായാലും ഇത് ഇനിയും കുത്തനെ വർദ്ധിക്കുക തന്നെ ചെയ്യും. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന ഫോർമൂസ് കടലിടുക്കിലോ അതിനടുത്തോ ഉള്ള ഏതൊരു സംഘർഷവും വിലയിൽ കൂടുതൽ വർധനവിന് കാരണമാകുമെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന ഇടനാഴികളായ പേർഷ്യൻ ഗൾഫ്, ഹോർമൂസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ജൂൺ 11 ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെയും അത് ബാധിക്കുമെന്നതിനാൽ ലോക വ്യാപാരം തന്നെയാണ് സ്തംഭിക്കാൻ പോകുന്നത്. ഇറാന്റെ യുറേനിയം ശേഖരം അതിവേഗം വളർന്നതും അവർ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആണവായുധം സൃഷ്ടിക്കുമെന്ന ഭയവുമാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് എന്ത് വില നൽകിയും തടയുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇറാനുമായുള്ള അമേരിക്കയുടെ അവസാനത്തെ ഒത്തുതീർപ്പ് ചർച്ചയും പരാജയപ്പെട്ടാൽ അമേരിക്കയും അതോടെ നേരിട്ട് രംഗത്തിറങ്ങും. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണികൾക്ക് ഒരു കാരണവശാലും വഴങ്ങില്ലെന്ന് തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിത നയം. അതാണിപ്പോൾ ആ രാജ്യം ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എന്തും ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം ഇറാനുണ്ടെന്ന് ഇറാൻ ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ യുദ്ധം ലോകത്തെ കാര്യമായി കഷ്ടപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പു വന്നിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന് അത്ര മികച്ച നാളുകളായിരുന്നില്ല കടന്നുപോയത്. ഡിമാൻഡ് കുറവും വിലയിടവും ഉൽപ്പാദന രാജ്യങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ധന ആവശ്യകതയുടെ 80% ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് വിലക്കുറവ് അനുഗ്രഹമാകുകയും ചെയ്തു. ഇപ്പോഴിതാ 70 എത്താൻ മടി കാണിച്ചിരുന്ന രാജ്യാന്തര എണ്ണവില ഒറ്റയടിക്ക് $80 അടുത്തെത്തി. നിലവിൽ എണ്ണവില ബാരലിന് $76 മുകളിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ക്രൂഡ് വിലയിൽ കയറ്റത്തിന് വഴിയൊരുക്കിയത്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. വർഷങ്ങളായി രാജ്യാന്തര ഉപരോധം ഇറാൻ എണ്ണ വിൽപ്പനയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ അന്താരാഷ്ട്ര വില കാര്യമായി ഉയരാതെ നിൽക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായതിനാലാണ് ക്രൂഡ് വിലയിൽ വലിയ കയറ്റത്തിന് വഴിയൊരുക്കിയത്. ദ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി അടക്കം കൊല്ലപ്പെട്ടത് ഇറാനെ കോപാകുലരാക്കിയിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. നിലവിലെ അവസ്ഥയിൽ രാജ്യാന്തര ക്രൂഡ് ഓയിലിന്റെ വില $100 കടക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യയിൽ ഇന്നലെ വരെ നടന്ന സംഘർഷത്തെ പോലും മറികടക്കാൻ തക്ക ശക്തികളാണ് ഏറ്റുമുട്ടുന്നത് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഫലസ്തീനിലും സിറിയയിലും ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും നേർക്കുനേർ യുദ്ധങ്ങളായി മാറിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാവുകയാണ്. പശ്ചിമേഷ്യയിലെ തന്നെ വലിയ ശക്തിയാണ് ഇറാൻ. വലിയ ആയുധ ശേഖരവും സൈനിക ശേഖരവും ഇവർക്കുണ്ട്. വലിയ യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നാൽ മേഖലയിൽ എണ്ണ വിതരണം തടസ്സപ്പെടും. ഇത് ആഗോളതലത്തിൽ വിതരണം കുറയ്ക്കും. സ്വാഭാവികമായും വില ഉയരും. എണ്ണവില ഉയരുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. പെട്രോൾ, ഡീസൽ വില ഒരിടവേളയ്ക്ക് ശേഷം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാകും. ഇത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂട്ടാനും കാരണമാകും. കൂടിപ്പോയാൽ അത് കുറയുകയുമില്ല. ഇതാണ് യുദ്ധം നമ്മളുടെ അടുക്കളയിലേക്ക് എത്തുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഘടകം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.